വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഹോസ്പിറ്റലിലാട്ടോ. ഒന്ന് വീണ് കൈ പ്ലാസ്റ്റർ ഇട്ട്. അപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് വീഡിയോ തുടങ്ങാമെന്ന് വിചാരിച്ച് ഞാൻ നാട്ടിലേക്ക് പോവും. നാട്ടിലേക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നേ ഉള്ളൂ. നാട്ടിലേക്ക് പോവും. എൻ്റെ വിശേഷങ്ങൾ പുറകെ കാണിക്കാം. ഇന്നത്തെ വ്ളോഗ് അങ്ങനെയാണ്. നോട്ട് ദ പോയിന്റ്. ഈ വീഡിയോ പല ദിവസങ്ങളിലെയാണ്. കുറ്റങ്ങളും കുറവുകളൊക്കെ ഉണ്ടാവും. അതൊക്കെ കമൻറ്റിൽ രേഖപ്പെടുത്തിക്കോളൂ. ഇനിയുള്ള വീഡിയോയിൽ ചെയ്യാം. ഞാൻ പറയുന്നത് ഒന്നും കേൾക്കുന്നില്ല എന്ന് മനസ്സിലായി. ഞാൻ പറഞ്ഞു വന്നത് കുഞ്ഞിൻ്റെ കൂടെ പപ്പ വന്നിട്ടുണ്ടായിരുന്നു. അഡ്മിഷനായതിൻ്റെ എന്നുവെച്ചാൽ സംഭവം നടന്നതിൻ്റെ അന്ന് വൈകിട്ട് തന്നെ പപ്പ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് പിറ്റേ ദിവസം കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നത്. അന്നത്തെ അവസ്ഥയ്ക്ക് നല്ല പെയിൻ ഉണ്ടായിരുന്നു. അങ്ങനെ അതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. അങ്ങനെ പിറ്റേ ദിവസം ഒരു ഉച്ചയായിട്ടാണ് ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയത്. കുഞ്ഞു ക്ലാസ്സിന് പോയി. പിന്നെ ഇതായിരുന്നു നമ്മുടെ റൂം. ഞാൻ ബേബിയിലായിരുന്നു അഡ്മിറ്റായിരുന്നത്. പിന്നെ നല്ല നീറ്റായിരുന്നു കേട്ടോ. റൂമൊക്കെ നല്ല നീറ്റായിരുന്നു. നേരത്തെ ഞാൻ അമ്മാമ്മേനെ ഇവിടെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇടയ്ക്ക് അമ്മാമ്മ കുഞ്ഞിനെ നോക്കാൻ നിന്ന സമയത്ത് അന്ന് എനിക്ക് എഡിസൺ പോയിൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ സമയത്ത് ഞാൻ കിടന്ന സമയത്ത് എനിക്ക് നല്ല അടിപൊളിയായിട്ടാണ് തോന്നിയത്. ബാത്റൂമും എല്ലാം നല്ല ക്ലീനായിരുന്നു. പിന്നെ അന്ന് നേരത്തെ നമ്മൾ ഷെയറിങ് റൂമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ സിംഗിൾ റൂമാണ് എടുത്തത്. ചിലപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസമായിരിക്കാം. എന്നാലും ഇപ്പോഴാണ് കുറച്ചുകൂടെ നല്ല റൂമായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. നല്ല ക്ലീനായിരുന്നു. 2 പ്രാവശ്യം വന്നവർ ക്ലീൻ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അതിൻ്റെ പിറ്റേ ദിവസമാണ് നമ്മൾ കാലിക്കട്ടിൽ നിന്ന് കയറിയത്. പിന്നെ ഒരു 5 മണിയൊക്കെ കഴിയുമ്പം ചായ ഒരു കൊണ്ടുവന്നു. ചായയുടെ സ്നാക്സും അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വൈകിട്ടത്തെ ഫുഡ് കഴിച്ചു. അങ്ങനെ ഞങ്ങൾ യാത്ര തുടർന്നു. വൈകിട്ടത്തെ ഫുഡ് വെജിറ്റബിൾ പുലാവും കടലക്കറി. ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാട്ടോ ആ കോമ്പിനേഷൻ ട്രൈ ചെയ്യുന്നത്. വലിയ കുഴപ്പമില്ലായിരുന്നു. പൈസ കൊടുത്തല്ലേ കഴിക്കണമല്ലോ. അങ്ങനെ ചെങ്ങന്നൂരെത്തി. പപ്പ ഇറങ്ങി. അബിക്ക് അവിടെ ആയിരുന്നു ഡ്യൂട്ടി അന്ന്. അബി അവിടെ നിന്ന് കയറി. പിന്നെ അബീനെ കണ്ടപാടെ കുഞ്ഞിനും ഭയങ്കര ആക്റ്റീവായിരുന്നു. ഞങ്ങൾ പൊതുവെ വീഡിയോ കോളിൽ ഫോൺ വിളിക്കുമ്പോൾ അബി അങ്ങനെ സംസാരിക്കും അബി എന്നൊക്കെ. പക്ഷേ ഇവൻ കാണുമ്പോൾ നേരിട്ട് വിളിക്കുമെന്ന് ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല. അത് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ്. എന്താ പറയുക, അവരെന്താ നീട്ടലില്ല അബി. കൊള്ളായിരുന്നു. പിന്നെ ഞങ്ങൾ ട്രിവാൻഡ്രം റെയിൽവേ സ്റ്റേഷനിലെത്തി. പിന്നെ ഊബർ വിളിച്ചിട്ടായിരുന്നു വീട്ടിൽ പോയിരുന്നത്. സാധാരണ നമ്മൾ ഓട്ടോയിലാട്ടോ പോകുന്നത്. അന്ന് ഊബർ നോക്കിയപ്പം 213 രൂപ ഓട്ടോയ്ക്കും 223 രൂപ കാറിന്. പിന്നെ ഞങ്ങൾ വിചാരിച്ചു അത്രയല്ലേ വ്യത്യാസമുള്ള, കാറിലങ്ങ് പോകാമെന്ന്. അങ്ങനെ കാറിലായിരുന്നു ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നത്. നല്ല പെരുമാറ്റമായിരുന്നു ആ ചേട്ടൻ്റെ. ഊബർ സത്യം പറഞ്ഞാൽ നല്ലതാട്ടോ, അടിപൊളിയാണ്. കാലിക്കട്ടൊന്നും ഊബർ അത്ര ആക്റ്റീവ് അല്ല. ഞാൻ കുറേ ട്രൈ ചെയ്തിട്ടുണ്ട്, അത്ര ആക്റ്റീവ് അല്ല. പക്ഷേ ട്രിവാൻഡ്രത്ത് വന്നു കഴിഞ്ഞാൽ, ഞാൻ കൊച്ചിയിൽ എനിക്ക് അധികം അറിയില്ല എങ്ങനെയാണെന്നുള്ളതൊന്നും. ട്രിവാൻഡ്രത്ത് രാത്രിക്ക് വന്നിറങ്ങിയാലും ഒരു 5 മിനിറ്റിനുള്ളിൽ ഊബർ കിട്ടും വീട്ടിലെത്താൻ. അങ്ങനെ വീട്ടിലെത്തി. പിന്നെ ഒറ്റക്കൈ വെച്ച് അമ്മ എടുത്തു അവനെ. അമ്മേൻ്റെ ഇടത്തെ കൈ കൊണ്ട് അവനെ പിടിക്കാനാവില്ല, അധികം നേരം പിടിക്കാനാവില്ല. അങ്ങനെ വലത്തെ വെച്ച് എങ്ങനെയോ പിടിച്ച് അങ്ങനെ അപ്പുവിനെ കാണിക്കാൻ വേണ്ടിയിട്ട് അമ്മ താഴേക്ക് പോവാം. അപ്പുവിനും അമ്മച്ചിയോടെ ഉണ്ടായിരുന്നു. ഞാൻ അവന് താഴേക്ക് പോവാണ്. അപ്പൂപ്പന് തീരെ വയ്യായിരുന്നു കേട്ടോ. 1 മാസം മുന്നേ അപ്പൂപ്പൻ ആശുപത്രിയിലൊക്കെ അഡ്മിറ്റ് ആയിരുന്നു. പിന്നെ അപ്പൂപ്പൻ എണീറ്റൊക്കെ ഇപ്പോഴും നടക്കും. എന്നാലും ക്ഷീണമുണ്ട്, നല്ല ക്ഷീണമുണ്ട്. നേരത്തെ പോലെ അല്ല. അമ്മയ്ക്ക് ഒത്തിരി നേരം അവനെ പിടിക്കാനാവില്ല. കാരണം അമ്മേൻ്റെ ഒരു കയ്യിൽ വെയിറ്റേ എടുക്കാനാവില്ല. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് അമ്മയ്ക്കുണ്ട്. അതുകൊണ്ടൊന്നും അധികം നേരം അവനെ എടുക്കാനാവില്ല. എന്നാലും കൊതി കൊണ്ട് അമ്മ എടുക്കലുണ്ട് ഒറ്റ കൈ വെച്ചിട്ട്.
എന്താ ഞങ്ങൾ വരുന്ന പറഞ്ഞ് അന്ന് വന്നതാണ് അവർ. അപ്പൂപ്പൻ ഇവിടെ അല്ല താമസിക്കുന്നത്, അമ്മയും അനിയനും മാത്രമേ ഉള്ളൂ ഇവിടെ. അപ്പോൾ ജോഷുവിനെ കാണാൻ വേണ്ടിയിട്ട് അവർ ഓട്ടോ പിടിച്ച് വന്നതാണ്. അപ്പൂപ്പനും അമ്മാമ്മ ഉണ്ടായിരുന്നു, അമ്മാമ്മയും അമ്മച്ചിയും കൂടെ വന്നതാണ് കേട്ടോ. അപ്പോൾ പിന്നെ പ്രായത്തിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അവർക്കിപ്പോൾ ഉണ്ട് എന്നല്ലാണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല, ഹാപ്പിയാണ്. അപ്പോൾ ഇപ്പം ഒരു 90 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. എന്തായാലും അവന് കാണാൻ പറ്റില്ല, ഞാൻ ഹാപ്പിയാണ്. പിന്നെന്താ, പിന്നെ ഇതിപ്പോൾ പല ദിവസങ്ങളിലെ വീഡിയോ ആണല്ലോ. അപ്പോൾ ഒരു ദിവസം മഴയുണ്ടായിരുന്നു, പിന്നെ ഒരു ദിവസം പപ്പയും അമ്മയും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് വേറൊരു ദിവസത്തെ കേട്ടോ. കുഞ്ഞൻ ഇത് ഈ ചെരുപ്പ് അബി ഒരു വയസ്സിൻ്റെ ബർത്ത്ഡേക്ക് വാങ്ങിച്ചു കൊടുത്ത കേട്ടോ. അപ്പോൾ പിന്നെ അന്ന് ചെറുതാന്ന് പറഞ്ഞ് ഞാനിത് ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ടില്ല. വന്ന സമയത്ത് അവൻ വാങ്ങിച്ചു കൊടുത്തതാണ്, ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ടില്ല. അപ്പോൾ തിരിച്ചു വന്നപ്പോൾ അതാപടി ഉണ്ടായിരുന്നു, അവൻ ഇട്ട് നോക്കുകയാണ്. ഇപ്പം എങ്ങനെയെങ്കിലും കുത്തിക്കയറ്റിയൊക്കെ ഇടും. പിന്നെ ഇതെൻ്റെ അമ്മായിയമ്മ മേരിയമ്മ. പിന്നെ പപ്പയും അമ്മയും അവിടെ നിന്ന് ചെങ്ങന്നൂരിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു ഒരു ദിവസം. അങ്ങനെ പപ്പയും അമ്മയും പിന്നെ തിരിച്ചു പോയ സമയത്ത് കുഞ്ഞപ്പം ജോക്കൂട്ടൻ ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. ഇപ്പോൾ ഓരോരുത്തരെ ഐഡൻറ്റിഫൈ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാവുമല്ലോ, അവരുടെ മനസ്സിൽ റെക്കോർഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാവും. അങ്ങനെ വീട്ടിൽ വന്ന് ഓരോ ദിവസം പോയിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ബുധനാഴ്ച വന്നതാണ്, ഇന്നിപ്പോൾ ചൊവ്വാഴ്ചയായി. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ ബൈ, സീ യു. ഹായ്.